യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിൽ ആയിരുന്നു കൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അൽമായരുടെ ദൗത്യമെന്നും ഈ ലോകത്തിൽ വിശാലമായ ഒരുപാട് മേഖലകളുണ്ടെന്നും അവിടെ എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിനെ സാക്ഷിയാവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്ര നിർമ്മിതിയിൽ അൽമായരായ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ആ ചിന്ത നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ തുടരുകയാണ്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളോടുമായി പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളേവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി എങ്ങനെയാണ് അൽമായരായ മനുഷ്യർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്നുകൂടി സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡിലുള്ള ചർച്ച അവസാനിപ്പിച്ചത് രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവ വിശ്വാസികൾക്കുള്ള പങ്കിനെക്കുറിച്ച് ഉള്ള ചർച്ച ആരംഭിച്ചുകൊണ്ടാണ്. നമ്മൾ അതേക്കുറിച്ച് കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല. അപ്പോൾ രാഷ്ട്ര നിർമ്മിതിക്ക് ക്രൈസ്തവർ സംഭാവന ചെയ്യേണ്ടതുണ്ട്, അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, കക്ഷി രാഷ്ട്രീയത്തിലല്ല, മറിച്ച് രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വളർച്ചയിൽ ക്രൈസ്തവർ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ റോള് നിർവഹിക്കേണ്ടതായിട്ടുണ്ട് രാഷ്ട്രത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരിൽ മഹാഭൂരിപക്ഷവും രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് സാധാരണക്കാരായ നമുക്ക് തോന്നത്തക്ക വിധത്തിലല്ല കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വളർച്ച, സമൂഹത്തിലെ ആളുകളുടെ വളർച്ച ആണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ആ വളർച്ച നമ്മൾ കാണുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ജനങ്ങൾ വീർപ്പ് മുട്ടിക്കഴിയുന്ന ഒരു അവസ്ഥ വിശേഷമാണ് ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ചില ദുരന്തങ്ങൾ, ഈ ദുരന്തങ്ങൾ മനുഷ്യരെ കൊള്ളയടിക്കാനായിട്ടുള്ള അവസരങ്ങളായിട്ട് ചില പാർട്ടികളും ചില നേതാക്കന്മാരും അതിനുപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ 2018 വെള്ളപ്പൊക്കം, അതേ തുടർന്നുണ്ടായിട്ടുള്ള കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, ഇപ്പം മനുഷ്യരെ സഹായിച്ചിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സഹായം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടോ? ഈ സഹായത്തിന് കൊടുക്കുന്നതിന് ഇടയ്ക്കും കൊള്ളസംഘങ്ങളുടെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ്. പക്ഷേ ഇതേക്കുറിച്ചൊക്കെ ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടുമ്പോഴും അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരുടെ ഭാഗത്ത് പെടുത്തുകയൊക്കെ ചെയ്തിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും സംഭവിക്കുന്നു. അതായത് ദുരന്തങ്ങൾ ഇത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള ഒരു വഴിയാക്കി മാറ്റി സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്ന ഒരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടക്കുന്ന കാര്യങ്ങളെ കാണുകയും അതേക്കുറിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ആണിത് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വ്യക്തികൾ രാഷ്ട്രത്തിൻ്റെ വളർച്ചയിൽ ഇടപെടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ എല്ലാ വിധത്തിലും മനുഷ്യനെ ഞെരുക്കുന്ന ഒരു സംവിധാനമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും
രാഷ്ട്രീയ നേതാക്കന്മാരിൽ നല്ലൊരു ശതമാനവും മാറിയിട്ടില്ലേ എന്ന് സാധാരണക്കാരൻ സംശയിക്കുന്നെങ്കിൽ അതിൽ അമ്പരപ്പിന് അല്ലെങ്കിൽ അതിൽ സംശയിക്കാനായിട്ട് അതിൽ കുറ്റം പറയാനില്ല, അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിലെന്ന് പറയുന്നത്. അതായത് മനുഷ്യോചിതമായിട്ട് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ന് ആളുകളിൽ മഹാഭൂരിപക്ഷമുണ്ട്. ഉദാഹരണമായിട്ട് ക്രിമിനൽ സംഘത്തിൻ്റെ തേർവാഴ്ച അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെയുള്ള പത്രവാർത്തകൾ, അതുപോലെ മറ്റു മാധ്യമങ്ങളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന കാര്യങ്ങൾ, ലഹരി സംഘം എത്രയോ ഇതാണ്. അത് നമ്മുടെ സാധാരണ സ്കൂളുകളിൽ പോലും അവർ പിടിമുറുക്കി എന്നുള്ളൊരു കാര്യമാണ്. ഒരു ഭീകരമായ അവസ്ഥയാണ്, ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതാണ് മനുഷ്യർക്ക് ഇന്ന് ജീവിക്കാൻ, അതായത് കുടുംബത്തിൽ മനസമാധാനത്തോടുകൂടി മാതാപിതാക്കന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ആവലാതി എന്നുള്ളതാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്ന് നോക്കുക. ഇതൊരു എന്താണ്, വലിയൊരു രാജ്യത്തിൻ്റെ പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനമാണെന്നുള്ളതാണ്. ഈ ചെറിയ സംസ്ഥാനത്തിൽ നമ്മൾ ഓർക്കണം, നമുക്കിവിടെ ഒരു സിറ്റി എന്ന് പറയാനായിട്ടുള്ള സിറ്റികൾ കേരളത്തിലില്ല. കൊച്ചി, തിരുവനന്തപുരം അല്ലെങ്കിൽ കോഴിക്കോട്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു സിറ്റിയല്ല. ഈ ഉദാഹരണമായിട്ട് ബോംബെ ആയിട്ടോ കൽക്കട്ടയായിട്ടോ ഒക്കെ നമ്മൾ ബാംഗ്ലൂരായിട്ടൊക്കെ താരതമ്യപ്പെടുത്തിക്കുമ്പോൾ ഇതൊരു സിറ്റിയല്ല, നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ ഒരു ചെറിയ സിറ്റി എന്ന് നമ്മൾ പറയുന്നത് പോലും അതിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ടുള്ള ഭരണ സംവിധാനം, അവിടെ വാഴുന്ന ക്രിമിനൽ സംഘത്തെ അടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നു അതിനെ അമർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഗുണ്ടാ നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നടപ്പിൽ വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് മനുഷ്യർക്ക് നമ്മൾ ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്, പക്ഷേ ഇന്ന് മനുഷ്യരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ നാട് വിടുന്നതിൻ്റെയൊക്കെ ഒരു കാരണം നാട്ടിൽ ജീവിക്കാനായിട്ട് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സംവിധാനം ഇല്ല. ഇപ്പോൾ ജോലി കൊടുക്കുന്ന വ്യവസായ സൗഹൃദമാണെന്നൊക്കെ നമ്മൾ വിളിച്ചു കൂവുമ്പോഴും നമ്മൾ ഓർക്കണം, നോക്കുകൂലി ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നുള്ളത് കടലാസിലുണ്ട്, നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഈ പറഞ്ഞു വരിക, അപ്പം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നില വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഓരോ സംവിധാനം നമ്മൾ നോക്കണം. ഈ ചെറിയ ഒരു സംസ്ഥാനത്തിൽ നല്ല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വകുപ്പ് എടുത്ത് നോക്കിക്കുക. നമുക്ക് വകുപ്പ് മന്ത്രിമാരുണ്ട്, അതിലെ വകുപ്പിനെ സഹായിക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്. എത്ര വകുപ്പാണ് വാസ്തവത്തിൽ ഭംഗിയായിട്ട് പോകുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇപ്പോൾ ഉള്ള ഭരണത്തെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടുവരുന്ന, അതായത് ഈ സ്റ്റേറ്റ് രൂപം കൊണ്ടതിന് ശേഷം ഓരോ വർഷം ചെല്ലുന്തോറും ഓരോ സംവിധാനവും മോശമായിട്ട് വരികയാണ് നമ്മുടെ. ഉദാഹരണമായിട്ട് നമ്മുടെ ജലസേചന ഓരോ വകുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത വകുപ്പ് തന്നെ നോക്കുക, അതെങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ബ്രേക്കില്ലാത്ത വണ്ടികൾ. അപ്പം നിങ്ങൾ ബ്രേക്കുള്ള വണ്ടികളെക്കുറിച്ച് പറയുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വണ്ടിക്ക് ബ്രേക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, ബ്രേക്കുള്ള 100 വണ്ടികളിലും 101ാമത്തെ വണ്ടിക്ക് ബ്രേക്കില്ലെന്നുണ്ടെങ്കിൽ ശരി, ആ 101ാമത്തെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ആൾക്കാർ ചോദിക്കും, ഇത്രയും ഭംഗിയായിട്ട് പോകുന്ന 100 വണ്ടിക്കുണ്ട്, 101ാമത്തെ വണ്ടിക്കല്ലേ ഇല്ലാത്തതുള്ളൂ എന്ന് ചോദിക്കുന്ന, അതല്ല, അത് പെർഫെക്റ്റ് ആക്കാനുണ്ട്. നമ്മുടെ വണ്ടികൾ, നമ്മുടെ KSRTC വണ്ടികൾ എത്ര എണ്ണം മാസത്തിൽ ഒരിക്കലെങ്കിലും വെള്ളം കണ്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വെള്ളം കാണണമെങ്കിൽ മഴ പെയ്യണം എന്നുള്ളതാണ്. എത്ര നമ്മൾ പത്രത്തിൽ വായിക്കുന്നുള്ള കട്ട, ഈ ഇതിൻ്റെ ഈ ടയർ ഉണ്ട് തേഞ്ഞിരിക്കുന്ന, അതെ. അപ്പോൾ ഞാൻ ഒരു വകുപ്പിനെ കുറിച്ച് പറയുന്നതല്ല, ഏത് വകുപ്പ് നോക്കുക, നമ്മുടെ ടൂറിസം വകുപ്പ് തന്നെ നോക്കുക. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ പേര് കൊടുത്ത്, മനോഹരമായിട്ടുള്ളൊരു പേരാണ് വാസ്തവത്തിൽ. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ആര് കൊടുത്താണെന്ന് തന്നെ പിടിയില്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയത്തക്ക വിധത്തിലുള്ള മനോഹാരിത ഈ നാടുണ്ട്. പച്ചപ്പുണ്ട്, പ്രകൃതി സൗന്ദര്യമുണ്ട്, നമുക്ക് അത്രയുമുള്ള സമുദ്രതീരമുണ്ട്, കായൽ തീരമുണ്ട്, സ്വച്ഛമായിട്ടൊഴുകുന്ന പുഴകളുണ്ട്, എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ ഈ വെള്ളത്തിൽ എന്തൊക്കെയാണെന്നുള്ളത്, അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം നമ്മൾ ഓർക്കണം ഒരു കാര്യത്തെക്കുറിച്ച്. ഏതെങ്കിലും ഒരു സമുദ്ര തീരത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വൃത്തിയായിട്ട് നമ്മൾ കിടക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെയൊക്കെ ഈ ചെറിയ പട്ടണങ്ങളിൽ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ
ആ വഴിയോരത്തൊക്കെയുള്ള വഴിയിൽ സൈഡിലൊക്കെയുള്ള ഓടകൾ മൂടാത്ത എത്രയുണ്ട്. ഇവിടുത്തെ മനുഷ്യർ അതിൻ്റെ അകത്ത് വരുന്നു. പട്ടികളുടെ ശല്യം നമ്മൾ ഓർക്കണം. അത് നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനമുണ്ടോ എന്നുള്ളതാണ്. ശുചിത്വ കേരളം എന്നാണ് നമ്മൾ പറയുന്നൊരു കാര്യം. നമ്മളൊന്ന് സിറ്റികളിലേക്കൊന്ന് നോക്കുക, എവിടെയാണ് കൊണ്ട് മാലിന്യം വയ്ക്കുന്നത്. ഇതിനെല്ലാം സംവിധാനം നമുക്കുണ്ടെന്നുള്ളതാണ്. മൂക്കിപ്പൊത്താതെ റോട്ടിൽ കൂടി നടക്കാൻ വയ്യ. അപ്പോൾ ഈ ഏതൊരു നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ്, അത് തന്നെ ആരോഗ്യവകുപ്പ് ICUലാണ്. അതെ അതെ, അത് അങ്ങനെയാണ് നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നത്. അനാരോഗ്യ വകുപ്പാണ് വാസ്തവത്തിൽ, അല്ലേ? എത്രയോ കമ്പനികൾക്ക് മരുന്ന് കമ്പനികൾക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് അവർ മരുന്ന് ഇവിടെ ആശുപത്രികളിൽ കൊടുക്കാതിരിക്കുന്നുള്ള ഒരു കാര്യമാണ് അവിടുത്തെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു ഇതിനെയാണ് നമ്മുടെ ഈ എന്താണ് PWD സംവിധാനം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇത് മനുഷ്യന് വിലയില്ലാത്ത ഒരു ഇതാണ്, മനുഷ്യന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മനുഷ്യനെ അവൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമുക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട നിയമ സംവിധാനങ്ങൾ, നിയമപരിപാലകരായ ആ ഡിപ്പാർട്ട്മെൻറ്റ് ആഭ്യന്തര വകുപ്പിലുള്ള ആളുകൾ തന്നെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അതിൽ ഒരു 30-35% ക്രിമിനലുകളുണ്ടെന്ന്. അതെ, അതാണ് ഓർക്കേണ്ടത്. അതായത് നിയമപാലകരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെ ക്രിമിനൽ സംഘമുണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം. ഇത് വെയിൽ തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയാം. അപ്പോൾ ഈ പണ്ട് പറഞ്ഞാൽ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചെന്ന് പറയുന്ന പോലെയുള്ള ഒരു രീതിയാണ് ഒരു കാര്യത്തെക്കുറിച്ച്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യർ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്നത്. ഈ ഫയല് ജീവിതം ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഓർത്തണം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്ഥലത്തിൽ നമ്മുടെ അധികാരി വർഗ്ഗങ്ങൾ നമ്മൾ ഓർക്കണം. ഇവിടുത്തെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള വകുപ്പൊക്കെയാണെന്ന് പറയുമ്പോഴും ചെറിയൊരു തുമ്മലുണ്ടാകുമ്പം നമ്മൾ പോകുന്നത് എവിടെയാണ്? ഈ പറയുന്ന ആളുകൾ പോകുന്നത് എവിടെയാണ്? അപ്പോൾ എൻ്റെ ജീവിതത്തിന് വിലയുണ്ടെന്ന് പണ്ടൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുന്നതെന്ന് പറഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടെ ജീവന് വിലയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ധൂർത്തുകൾ നമ്മൾ ഓർക്കണം. ഓരോ ഗവൺമെൻറ്റുകളും മാറി വരുന്ന ഗവൺമെൻറ്റുകൾ പഠിക്കാനായിട്ട് വിദേശത്ത് പോകുന്നുണ്ടെന്നുള്ളതാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, വെള്ളപ്പൊക്കത്തെ എങ്ങനെ നേരിടാം എന്നുള്ളതിന് ആംസ്റ്റർഡാമിലും അതുപോലെ തന്നെ വെനീസിലും ഒക്കെ പോയി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു കാര്യം നമ്മൾ ഓർക്കണം. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ജനപ്രതിനിധി നടക്കുന്നത് അനേകം വാഹനങ്ങളുടെ അകമ്പടിയും അപ്പോൾ ഫയർ എഞ്ചിനും ആംബുലൻസും അതെ ഒക്കെ കൂടിയാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ ഓർക്കണം. അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇതിനു വേണ്ടിയിട്ട് അതായത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ ഉദ്ദേശിച്ചല്ല, എല്ലാ ഗവൺമെൻറ്റുകളെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ വളരെ മനം മടുപ്പിക്കുന്നതായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ്, അപ്പോൾ ഇങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, നമുക്ക് എന്തുകൊണ്ട് നമ്മുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കൂടാ? കാരണം ഇങ്ങനെയുള്ള ഇവിടെ ഈ രീതിയിലുള്ളൊരവസ്ഥയിലാണ്, അത്രമാത്രം മലീമസമായിരിക്കുകയാണ്. എല്ലായിടത്തും രാഷ്ട്രീയം, എല്ലായിടത്തും വർഗീയതയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ അതിനെ മറികടക്കാൻ എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ ധാരണയോടുകൂടി ഒരു പാർട്ടി ആരംഭിച്ചുകൂടാ? നമ്മൾ മതപരമായിട്ടുള്ള ഒരു ലേബലിൽ രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ഒരു മതേതര രാജ്യത്ത് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. രാഷ്ട്രമെന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ, സ്റ്റേറ്റിൽ എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഭരണഘടന ഒക്കെ തരുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൽ ഭരണ സംവിധാനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഒരു വേർതിരിവില്ല. ജാതി, മതം,
വർഗം, നിറം, ഭാഷ എന്നുള്ളതിന് ആ ഒരു രീതിയിലുള്ള വ്യത്യാസമില്ല. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം മതത്തിൻ്റെ പേരിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അതൊരു മതേതര രാഷ്ട്രത്തിന് പറ്റിയതൊന്നുമല്ല. ഒരു മതരാഷ്ട്രത്തിന് ഒരു പക്ഷേ ചിലപ്പം പറ്റിയിട്ടുണ്ടാകും. മതരാഷ്ട്രം അങ്ങനെയുള്ള രാഷ്ട്രങ്ങളുണ്ടല്ലോ. മതേതര രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മതസമൂഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ മതത്തിൻ്റെ ലേബലിൽ വന്നവരാണ്. ആ മതത്തിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് പ്രവർത്തിക്കാനായിട്ടും ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയവും കൂടുതൽ സമ്പത്തും ഒക്കെ ചെലവഴിക്കാനായിട്ടും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഊന്നൽ കൊടുക്കും. അങ്ങനെ അല്ല. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിലകൊള്ളുന്നത്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് അവർ നിലകൊള്ളണം എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രൈസ്തവ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, ക്രൈസ്തവരുടെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവർ നേതൃത്വം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ക്രൈസ്തവർ ഞാൻ പറഞ്ഞത് എക്സ്ക്ലൂസീവ് അല്ല. അപ്പോൾ ഈ ഇതുമായിട്ട് ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ, മാനവിക മൂല്യങ്ങൾക്കും ക്രൈസ്തവ മൂല്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുടെ ഒരു സമൂഹം, അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരും എത്രയോ മതത്തിൽപ്പെട്ട മനുഷ്യർ എത്രയോ നന്നായിട്ട് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്ന, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഏതെങ്കിലും ഇപ്പം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവർ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണം. അവരൊരു മന്ത്രിയായി കഴിഞ്ഞാൽ, ഒരു MLA ആയിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ ഒരു ഇത് കാണിക്കണം. പക്ഷേ അത് നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം മറുവശത്ത് കിടക്കുന്നു. അതൊരു പക്ഷേ ഈ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ സാധിക്കാതെ വന്നിട്ടുണ്ടാകാം. പക്ഷേ അതിലേക്ക് നമ്മൾ പക്ഷേ ഇതൊരു ആവശ്യമാണ്. ഇപ്പം അതേസമയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവകാശം, ആ അവകാശം ലഭിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവർ അതിന് വേണ്ടിയിട്ട് പോരാടുകയും ചെയ്യണം. ഇപ്പം നമുക്ക് പോരാടേണ്ട ഒരു ഗതികേടാണ്. അവകാശങ്ങൾ, ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പോരാടേണ്ട ഒരു അവസരമാണ്, ഒരു സന്ദർഭം കൂടിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്രൈസ്തവരുടെ ഇൻവോൾവ്മെൻറ്റ്, രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ഗുണപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം വരേണ്ടതായിട്ടുണ്ട്. അല്ല, ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ അവർ മുഴുവനും എടുക്കുന്നത് ഒരു സമ്മർദ്ദ രാഷ്ട്രീയമാണ്. അത് വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയമാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഈ മുനമ്പത്ത് ഉണ്ടായ ഒരു ഇഷ്യൂ എത്രയോ മാസങ്ങളായി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനോട് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ആർക്കും യാതൊരു താല്പര്യമില്ല. അവിടെ കിടന്ന് എല്ലാവരും ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് നീതി ലഭിക്കുക? അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് കൃത്യം പറഞ്ഞ പോലെ തന്നെ വോട്ട് ബാങ്കാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് ക്രൈസ്തവരുടെ എണ്ണമൊക്കെ കുറഞ്ഞതുകൊണ്ട്, ഒരു കാലത്ത് ക്രൈസ്തവർ ഒരുപാട് പേരുണ്ടായിരുന്നു, ഇപ്പോൾ ആളുകളുടെ എണ്ണം കുറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് വോട്ട് ബാങ്ക് വേറെ ചില സമൂഹങ്ങളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നീതി എന്ന് പറയുന്ന ഒരു സംഗതി, കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന, എല്ലാ പൗരന്മാർക്കും നൽകിയിരിക്കുന്ന, നമ്മൾ പറഞ്ഞാൽ ക്രൈസ്തവർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും നൽകിയിരിക്കുന്ന ആ ഒരു അവകാശവും അധികാരവും ഒക്കെ എടുത്തു മാറ്റുന്ന, അത് തെറ്റാണെന്ന് പറയാനായിട്ട് ഉറക്കെ പ്രഘോഷിക്കാനും, അതോടൊപ്പം തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് പുതുതായിട്ടുള്ള ചില നിർമ്മാണത്തിന് സഹകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ മുതിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു ചോദ്യം, എന്തിനു വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നിലകൊള്ളുന്നു, ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചില സംവിധാനങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നമുക്ക് വാസ്തവത്തിൽ നാണക്കേടാണ് ഈ ആൾക്കാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ചെലവുകൾ, ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ചെലവുകൾ എങ്ങനെ നിർവഹിക്കാനായിട്ട് ഉള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നു?
അതിനുള്ള വരുമാനം എന്താണെന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ലജ്ജ തോന്നും മറ്റുള്ളവരോട് ചോദിച്ചു. മദ്യം വിറ്റും മദ്യവും ലോട്ടറിയും ലോട്ടറി കച്ചവടം കാശുണ്ടാക്കാനുള്ള ഒരു വഴി. ഈ ലോകത്തിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത്, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതാണ്. അതായത് ലോട്ടറി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു മയക്കുമരുന്ന് പോലെ തന്നെ അതിന് അടിപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, സമ്പന്നരായിട്ടുള്ള ആൾക്കാരും തന്നെ ലോട്ടറി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. ഞാൻ അടുത്ത നാളിലൊരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനോട് പറയാണ്, അപ്പന് കിട്ടുന്നത് മുഴുവനും ലോട്ടറി എടുക്കുകയാണ്. കിട്ടുന്നത് മാത്രമല്ല, ഈ പണയം വെച്ച് പോലും, കടപ്പാടം പണയം വെച്ച് പോലും ലോട്ടറി എടുക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലോട്ടറി എടുത്ത് ഇങ്ങനെ നശിക്കുന്ന എത്രയോ വ്യക്തികളും കുടുംബങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ മദ്യപാനം നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അത് ഉണ്ടാക്കുന്ന വിപത്തുകൾ, അതാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, അതായത് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ്റുകൾ നടത്തേണ്ടത് എന്ന് പറയുമ്പോൾ, രാഷ്ട്രത്തിൻ്റെ നന്മ എന്ന് പറയുമ്പോഴത്തേക്ക് ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നന്മ എന്നുള്ളത് പൗരന്മാരുടെ നന്മയാണ്. അപ്പോൾ ഈ മദ്യപാനം എന്ന് വരുമ്പോൾ അതിനെ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വാസ്തവത്തിൽ. മുക്കിന് ഇത് വിതരണം ചെയ്യുന്നതായിട്ടുള്ള ശൃംഖലകൾ, ബാറുകളുടെ എണ്ണം കൂട്ടുകയാണ് എന്നാണ്. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ ഇപ്പം പുതിയ സംവിധാനങ്ങൾ, പഴങ്ങളിൽ നിന്നൊക്കെ വൈൻ ഉണ്ടാക്കാനായിട്ടും ഒക്കെയുള്ള സംവിധാനമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ചെറുപ്പക്കാർക്കും ഇതിനകത്ത് കുട്ടികൾക്ക് പോലും ഇതിനൊരു അഡിക്ഷൻ വരത്തക്ക വിധത്തിലുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും മദ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. കാരണം അതുവഴിയായിട്ട് കിട്ടുന്ന വലിയ ഒരു ആദായം കൊണ്ട് പോവുകയാണെന്നുള്ളതാണ്. പക്ഷേ അതുണ്ടാക്കുന്ന വലിയ വിപത്ത് ആരോഗ്യരംഗത്ത്, അതുപോലെ കുടുംബ സമാധാന രംഗത്ത്, ശിഥിലമാകുന്ന കുടുംബങ്ങൾ, നമ്മളിതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ക്രൈസ്തവർ വിശാലമായിട്ടുള്ള ഒരു ലോകത്തിൽ ക്രൈസ്തവ അൽമായർ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവർ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കണം. അവസാനം നമ്മൾ പറഞ്ഞു വന്ന രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിച്ച് ഗുണപരമായിട്ടുള്ള ഒരു ഇടപെടൽ അവർ നടത്തേണ്ടതായിട്ടുണ്ട്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽമായർക്ക് ഈ ലോകത്തിലായിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഈ ലോകത്തെ വിശുദ്ധീകരിക്കുക, പ്രത്യേകിച്ച് സമൂഹത്തിൽ, രാഷ്ട്രീയ മേഖലയിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ, ധാർമ്മികമായ രീതിയിലൊക്കെ ഇടപെടാനും വ്യക്തികളെയും കുടുംബങ്ങളെയും നന്മയിലേക്ക് നയിക്കാനും സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.